8. ചെറിയ തുടക്കം, വലിയ വളർച്ച. 1987 ഏതാനും സഹോദരങ്ങൾ കൊണ്ടോട്ടി മേലങ്ങാടിക്കടുത്ത കൂട്ടാലുങ്ങൽ ഒത്തുകൂടി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരന്റെ മരണവും മറ്റു ചിലരുടെ ജോലി ആവശ്യത്തിനുള്ള സ്ഥലം മാറ്റവും കാരണമായി ഈ പ്രവർത്തനങ്ങൾ തുടരാൻ സാധ്യമല്ലാത്ത സ്ഥിതി വന്നു. പിന്നീട് 1995 ഒക്ടോബറിൽ കരിപ്പൂർ എയർപോർട്ട് പരിസരത്തെ പള്ളിയിൽ സുഹൃത്തുക്കളായ ഏതാനും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും സഹോദരൻ റഹീമും വിരലിലെണ്ണാവുന്ന സാധാരണക്കാരും ഒത്തുചേർന്നു. ആത്മസംസ്കരണം, പരസഹായം, പ്രബോധനം തുടങ്ങിയവ ലക്ഷ്യമാക്കി ബിസ്മി കൾച്ചറൽ സെന്റർ എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചു. ദിനംപ്രതി 50 പൈസയും 1 രൂപയും സ്വരൂപിച്ച് പ്രതിമാസം 15 രൂപ മുതൽ 100 രൂപ വരെ വരിസംഖ്യ ശേഖരിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെച്ചു. ഏറെ പ്രയാസപ്പെടുന്ന 3 കുടുംബങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു തുടക്കം. മൂലധനം 50 പൈസയുടെ നോട്ടുപുസ്തകം മാത്രമായിരുന്നു. സ്വന്തമായി ഓഫീസോ സ്ഥലമോ ഉണ്ടായിരുന്നില്ല. യോഗം കൂടിയിരുന്നത് പ്രവർത്തകരുടെ വീടുകളിലും മറ്റുമായിരുന്നു. പ്രവർത്തന മേഖലയിൽ കാര്യമായ പുരോഗതിയുണ്ടായത് 1999 മുതലാണ്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥരും അധ്യാപകരും കൂലിപ്പണിക്കാരും കച്ചവടക്കാരും മറ്റു വിദ്യാസമ്പന്നരും ബിസ്മിയുമായി സഹകരിക്കാൻ തുടങ്ങി. അതോടെ എയർപോർട്ട് പരിസരത്ത് സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. ബിസ്മിയുടെ ചികിത്സാ സഹായം ലഭിച്ചിരുന്ന പാർക്കിൻസൺസ് രോഗിയായ സഹോദരനാണ് ഓഫീസ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. ഓഫീസിനോടനുബന്ധിച്ച് ഒരു ഷെഡ് പണിത് അതിൽ ഖുർആൻ പഠന ക്ലാസ് ആരംഭിച്ചു. വൈകാതെ രോഗികൾക്ക് വേണ്ടി ഒരു ക്ലിനിക്കും തുടങ്ങി. 3 പതിറ്റാണ്ടുകൊണ്ട് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ അനാഥകളും വിധവകളും രോഗികളുമായ 2000-ലേറെ കുടുംബങ്ങൾക്ക് സാധ്യമാവുന്ന പരമാവധി സഹായം ചെയ്തുവരുന്ന വലിയ സംവിധാനമായി ബിസ്മി വളർന്നു വികസിച്ചു. ജാതി മത കക്ഷി പരിഗണനകൾക്കതീതമായി അർഹരാണോ എന്ന ഒരൊറ്റ മാനദണ്ഡം മാത്രമാണ് സഹായ സഹകരണങ്ങൾക്ക് അടിസ്ഥാനമായി സ്വീകരിച്ചത്. ഭൂമിയിലെ സമ്പാദ്യമെല്ലാം ഇവിടെ വിട്ടേച്ച് സ്വന്തം കർമ്മങ്ങളുടെ മാത്രം അകമ്പടിയോടെ ഈ ലോകത്തോട് വിട പറയുമ്പോൾ 6 അടി മണ്ണിന്റെ ചുവട്ടിലെ തണുപ്പും വെളിച്ചവും വരാനിരിക്കുന്ന ജീവിതത്തിലെ വിജയവും മാത്രം ലക്ഷ്യം വെച്ച് നിരവധി പേർ ഇതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം വിഭിന്ന രൂപത്തിലുള്ളതാകുന്നു. എന്നാൽ ഏതൊരാൾ ദാനം നൽകുകയും സൂക്ഷ്മത പാലിക്കുകയും ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്തുവോ അവന് നാം ഏറ്റവും എളുപ്പമായതിലേക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ 92:4-7 വരെ.